റാത്തല്ല, നമ്മളെ മദ്രസിൻ്റെ പണിതാ നമ്മൾ തുടങ്ങാട്ടാ. ഇവിടെ കുറ്റടിച്ചിരിക്കണേ. ഇവിടെ കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടൊന്ന് പ്ലെയിൻ അടിക്കാണ്ട്. എഞ്ചിനീയർ നാളെ കുറ്റടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ വലിയ JCB ഇതാ നമ്മൾ വീടിൻ്റെ തൊട്ട ബാക്കിൽ തന്നെ കേട്ടോ വലിയ JCB വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ കല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ, വണ്ടി പുതിയ വണ്ടി കേട്ടോ. വാ 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 വാ. മക്കളെ, കല്ലൊന്നും നാശാക്കാൻ പാടിയല്ല, ഒരു സാധനം നാശാക്കാൻ പാടിയ കേട്ടോ. അത് നമ്മളെ പോളിസി. ഓക്കെ, ഇതാട്ടോ നമ്മളെ കുറ്റി മക്കളെ, ഇതാണ് നമ്മളെ കുറ്റി. പിന്നെ അവിടെ JCB നാളെ എഞ്ചിനീയർമാർ കുറ്റടിക്കാൻ വരുമ്പോൾ അവർക്ക് ഒരു ആകത്തില്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് വൃത്തിയാക്കണം. നാളെ JCBൻ്റെ കല്ലാണ്ടില്ല, അല്ല തെങ്ങിൻ്റെ കല്ല ഫുള്ള് വൃത്തിയാക്കണം. ഇവിടെ ഒരു തെങ്ങുണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു തെങ്ങ് കല്ലുണ്ട്, 2 തെങ്ങ് കല്ലുണ്ട്. അവിടെ തെങ്ങ് കുറ്റിയുണ്ട്, ചെറിയ തെങ്ങുണ്ട്. ചീന്തിയാണ്ട് എല്ലാം കണ്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. പക്ഷെ വിറകുണ്ട്. തെങ്ങ് അത്രയും സ്ട്രോങ് ആട്ടോ നോക്കുക. നമ്മൾ വിചാരിച്ചതായിരിക്കില്ല തെങ്ങ്. കുറേ സമയമൊക്കെ ഉണ്ടത് വെച്ചിട്ട്, എന്നിട്ടും തെങ്ങിന് ഉള്ളിൽ ഉടഞ്ഞിട്ട് ചെയ്യാം. പിന്നെ മാറി അതാണ് നീട്ടി വിട്ടിട്ടൊക്കെ. അടുത്ത തെങ്ങുമ്മക്കാണ് ഒരു തെങ്ങ് കൂടി ഉണ്ടാവും. അതേപോലെയാണ് നീട്ടി വിട്ടാൽ ചിലപ്പോൾ നല്ല ഡ്രൈവർ ആയതുകൊണ്ടാണ് അത്രയും കണ്ണിങ്ങിൽ കഴിയുന്നത്. മുറിയില് ഇത് ഒരു ചെറിയ അളഞ്ചമ്പ തെങ്ങാണ്. അതാണ് കാട്ടിനെ കറക്റ്റാണ് കയറ്റിയിട്ട് മുറിക്കാൻ പരമാവധി നോക്കുന്നുണ്ട്. മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കല്ലതാ എല്ലാം കയറ്റിച്ച് അടുത്ത കല്ലതാ കൊണ്ടുവരട്ടാ. ചീന്താൻ പറ്റുന്നുണ്ടെങ്കിൽ ചീന്താൻ, അത് നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാണ്ട് അടിച്ചു കൊടുത്താണ് പൊട്ടുക. ഈ സാധനം എന്താ ധൈര്യത്തിൽ തൊടാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് കച്ചറ, പാമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇളക്കിയിട്ടാണ്ട് ഇളക്കിയിട്ടാൽ പിന്നെ പാമ്പ് പോകും. അപ്പോൾ പിറ്റേന്ന് എന്ത് ചെയ്യണം, നമ്മൾ വന്നിട്ട് നേരെ എന്താ ചെയ്യുക, JCB ആണെങ്കിൽ JCB പഠിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. അതിന് തന്നെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അത്രയും കനണ്ട് കേട്ടോ സാധനം. ചെക്ക് ചെയ്ത് നേരെ കണ്ടു പോയാൽ സംഭവം സെറ്റായി. അപ്പോഴേ മക്കളെ, ഈ ഭാഗത്ത് ഇതാവും നല്ലൊരു കരിമ്പാറുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, വലിയ വണ്ടികൾ ഇതേമാതിരി JCB വരുമ്പോൾ നമുക്കവിടെ ലൂസാക്കിയിടണം കേട്ടോ. ലൂസാക്കിയിട്ടാണ് മണ്ണിട്ടേക്കുക. ഇന്നത്തെ ചെറുവണ്ടി വരുമ്പോൾ അത്ര പണി ഉണ്ടാവില്ല. കണ്ടില്ല നിങ്ങൾ അവിടെ ആ ഭാഗത്താ നല്ല ടൈറ്റുള്ള ഇങ്ങനത്തെ മണ്ണാട്ടോ, കുരറ്റിക്കല്ലാണ് കേട്ടോ. അത് കുരറ്റി കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ താത്തി ലെവലാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊര ഉണ്ടാവും. എന്നാൽ പിന്നെ ചെറിയ വണ്ടി കഴിഞ്ഞാൽ വലിയ പണി ഉണ്ടല്ലോ. കണ്ട പൊടി പറഞ്ഞ അവിടെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള സ്ഥലമാണ്. വേദന ആക്കിയതാണ് എപ്പോഴും പാറന്നതാ, നമ്മളത് വേദന ആക്കിയില്ല, അത്രേ ഉള്ളൂ. അതെന്താ അടകളെ വെച്ച സൗണ്ട്. നമുക്ക് ഭൂമിനെ പറ്റി അറിയണോണ്ടല്ല, എപ്പോഴും നമ്മൾ ഭൂമിനെ പറ്റി പഠിക്കണം. എങ്ങനെയാണ്, എവിടെയാണ് പാറുള്ളതെന്നൊക്കെ ഒരു ചെറിയ പഠനം എപ്പോഴും നമ്മളൊരു പണിക്ക് പോകുമ്പോൾ പഠിക്കണം കേട്ടോ. ആ വണ്ടികൾ അത്രയും കരിമ്പാറുണ്ട് അവിടെ. പറയുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മണ്ണാണ്. ഇവിടെയൊക്കെ മണ്ണ്, ഇവിടെയൊക്കെ മണ്ണ്, ഇവിടെയൊക്കെ മണ്ണ്. ആ ഒരു മൂല മാത്രമേ പാറ ഉള്ളൂ.
അപ്പം ഇങ്ങനെ ചെയ്തില്ലാണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ, ഏതെങ്കിലും കാലത്തിൽ കൂടി പൈപ്പൊക്കെ കൊണ്ടുപോകില്ല. പൈപ്പൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടെ, ഇട്ടി വെച്ച് പൊട്ടിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പം വിശാലമായി എടുക്കണം. ഇപ്പം നമുക്ക് എന്ത് പണി പിടിപ്പിച്ചാൽ വേണ്ട, ആ മൂലൊക്കെ താത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, പണി എടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ പൈപ്പ് പോകണ്ടാവും, എന്തെങ്കിലും ചുറ്റാട്ടങ്ങൾ പോകണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒന്ന് താത്തി ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം കേട്ടോ. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഇവിടെ കുലുങ്ങണേ, അപ്പോൾ അതിൻ്റെ സ്ട്രോങ് എത്ര ഉണ്ടാവും അപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ചെറുവണ്ടി JCB ആണ് നമ്മൾ മണിക്കൂർ കണക്കിന് വെറുതെ കഴിയുമ്പോൾ സമയം കളയില്ല. നേരെ മറിച്ച് വലിയ വണ്ടിക്ക് ഇളക്കിയിട്ടാണെങ്കിൽ മേലെ മണ്ണിട്ട് കൊടുത്താൽ ചെറുവണ്ടിക്ക് കറക്റ്റായിട്ട് കാളം കണ്ട് കറക്റ്റ് എടുക്കാണ്ടാവും. കണ്ടില്ല മക്കളങ്ങൾ, പാറ എന്ന് പറഞ്ഞാൽ കരിമ്പാറ തുടങ്ങണതിൻ്റെ മേപ്പാറ ഇട്ടത്. കരിമ്പാറ തുടങ്ങുമ്പോൾ മേലെ ഉണ്ടാവും, അതായത് ഉരുളൻ കുട്ടി എന്നറിയും. ഉരുളൻ കുട്ടി എന്ന് പറഞ്ഞാൽ പാറയാണത്, പക്ഷേ അത് ഭയങ്കര സ്ട്രോങ് ഉള്ള ഉരുളൻ കുട്ടി. എന്തായാലും സൗണ്ടൊക്കെ ആണെങ്കിൽ யாரா போய் வந்துட்டாங்களா? സാധനം എടുക്കാൻ എന്ത് കഷ്ടപ്പെടാതെ. ഉരുളൻ എന്ന് പറഞ്ഞ സാധനം, ഉരുളന് അതിൻ്റെ കുട്ടികളാണ് ഈ സാധനങ്ങൾ. അതിൻ്റെ കുട്ടികൾ അങ്ങനെ വളരുന്ന സാധനം തോന്നുന്നു. ഇപ്പൊക്കെ പറഞ്ഞൊക്കെ വളരുന്നു. നല്ല റിസ്ക്കാട്ടെ മക്കളെ, കാണാനായിരിക്കല്ലോ കേട്ടോ. കൃഷിക്കാരന് നല്ല പണിയുണ്ട്.
ആ ചെറുകൈയായിട്ട് ഇട്ടാ ആണ് കയറ്റിട്ട് ആയി വാ പോട്ടെ ആ പീസിൻ്റെ പോരും ആ പീസിന് പോട്ടെ